സേമിയയും പാലും ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് 150 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. നേർത്ത വറുത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടുന്നതാണ്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കൈ ഉപയോഗിച്ചൊന്ന് ക്രഷ് ചെയ്യുമ്പോഴേക്കും തന്നെ ഈ ഒരു പാകത്തിനായി കിട്ടിക്കോളും. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു സേമിയ ആദ്യമേ വറുത്തതാണ് എങ്കിൽ കൂടി ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തിളപ്പിച്ച പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പാലൊക്കെ നന്നായിട്ട് വെലിഞ്ഞ് സേമിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരും. ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് അത്യാവശ്യം വെന്ത് നന്നായിട്ട് ഒലന്ന് കിട്ടിയാൽ മതി. ഇതിന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. പാല് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറിൽ 1/4 കപ്പ് പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. കസ്റ്റർഡ് പൗഡർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്താലും മതിയാകും. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കസ്റ്റർഡ് പൗഡറൊക്കെ നന്നായിട്ട് കുക്കായി പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരും. ആ ഒരു സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു മിതമായിട്ടുള്ള മധുരമേ കാണുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 4.5 ടേബിൾ സ്പൂണിലൊക്കെ പഞ്ചസാര ചേർത്തോളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൽ ഈ ഒരു പാകത്തിന് കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഏത് പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ആദ്യം ഒരു ലെയറായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. സേമിയൊക്കെ നന്നായിട്ട് ഒലന്ന് കിട്ടൂട്ടോ. ഈ ഒരു പാകത്തിന് റെഡിയാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് അമർത്തിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പാലിൻ്റെ ആ ഒരു കൂട്ടൊഴിച്ച് കൊടുക്കാം. അത് ചൂടാറുമ്പോൾ ഈ ഒരു പാകത്തിലാണ് ഉണ്ടാകുക. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും സേമിയയുടെ കൂട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അവസാനമായിട്ട് കസ്റ്റർഡിൻ്റെ കൂട്ട് മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പാത്രത്തിൽ 2 പ്രാവശ്യമായിട്ട് ലെയർ ചെയ്യാനാണ് ഇതുണ്ടാകുക. നിങ്ങൾക്ക് ചെറിയ പാത്രത്തിൽ വേണമെങ്കിലും ഇത് ലെയർ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സേമിയ ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സേമിയ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ലെയറിങ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ മുകളിൽ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് തണുപ്പിക്കാതെയും കഴിക്കാവുന്നതാണ്. പക്ഷേ തണുപ്പിച്ച് കഴിയുമ്പോഴാണ് രുചി ഒന്നും കൂടെ കൂടുന്നത്. 1 മണിക്കൂറോളൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.